കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനം നമ്മളൊരു ചോദ്യം ചോദിച്ചു. മനുഷ്യബന്ധങ്ങളുടെ വില ഇത്രയധികം ഉയർത്തിയത് ആരാണ്? കാരണം ഒരു കാലത്ത് മനുഷ്യർക്ക് സംസാരിക്കുക വളരെ എളുപ്പമായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, വിവാദങ്ങളുണ്ടായിരുന്നു, വഴക്കുകളും ഉണ്ടായിരുന്നു. എന്നിട്ടും ബന്ധങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഒരു തെറ്റായ വാക്കുമതി ഒരു ബന്ധം അവസാനിക്കാൻ. എന്താണ് മാറിയത്? ഒരു നിമിഷം 20 വർഷം പിന്നിലേക്ക് പോകാം. അന്ന് നിങ്ങളൊരു സുഹൃത്തിനോട് എന്തെങ്കിലും പറഞ്ഞാൽ ആ സംഭാഷണം ആ മുറിയിൽ അവസാനിക്കുമായിരുന്നു. അത് റെക്കോർഡ് ചെയ്യപ്പെടില്ല. ആരും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയുമില്ല. വർഷങ്ങൾക്ക് ശേഷം അതേ വാക്കുകൾ എടുത്ത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയുമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ എഴുതുന്ന ഓരോ സന്ദേശവും, നിങ്ങൾ പറയുന്ന ഓരോ അഭിപ്രായവും, നിങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റും ഒരിക്കലും മായാത്ത ഒരു ഡിജിറ്റൽ അടയാളമായി മാറുന്നു. ഒരിക്കലൊരു തെറ്റായ വാക്കിൻ്റെ വില 5 മിനിറ്റത്തെ അസ്വസ്ഥത മാത്രമായിരുന്നു. ഇന്ന് അതിന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്താൻ പോലും കഴിയും. നിങ്ങളുടെ സൗഹൃദങ്ങൾ അവസാനിപ്പിക്കാം. നിങ്ങളുടെ പേരിനെ സ്ഥിരമായി കളങ്കപ്പെടുത്താം. അതുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കുന്നത്. പിന്നെ മൂന്നാമതും ഒടുവിൽ സംസാരിക്കാതിരിക്കുന്നതാണ് സുരക്ഷിതമെന്ന് അവർ തീരുമാനിക്കുന്നത്. പക്ഷേ അതാണ് യഥാർത്ഥ കുടുക്ക്. കാരണം നിശബ്ദത ഒരിക്കലും ബന്ധങ്ങളെ ശക്തമാക്കുന്നില്ല. അത് അവയെ പതിയെ മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു പേരുണ്ട്: ഇൻട്രാക്ഷൻ ടാക്സ്. ഇത് സർക്കാർ ഈടാക്കുന്ന നികുതിയല്ല, സമൂഹം നമ്മിൽ നിന്ന് ഈടാക്കുന്ന ഒരു അദൃശ്യ വിലയാണ്. ഓരോ സംഭാഷണത്തിനും, ഓരോ അഭിപ്രായത്തിനും, ഓരോ ബന്ധത്തിനും ഒരു അപകട സാധ്യത ചേർന്നിരുന്നു. അത് കൂടിക്കൊണ്ടേയിരുന്നു, നമ്മൾ അറിയാതെ തന്നെ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് രാഷ്ട്രീയം രാഷ്ട്രീയ വേദികളിൽ മാത്രമായിരുന്നു. ഇന്ന് അത് കുടുംബ സംഗമത്തിലുമുണ്ട്, ഓഫീസിലുണ്ട്, സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലുണ്ട്. കളിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലും അത് കടന്നു വരുന്നു. പാചകവാതകത്തെക്കുറിച്ചുള്ള വീഡിയോയുടെ കമന്റ് ബോക്സിലും അത് കാണാം. ഒരാൾ ഒരു അഭിപ്രായം പറയും, മറ്റൊരാൾ മിണ്ടാതാകും. അതിനുശേഷം സംഭാഷണം അവസാനിക്കും. പല കുടുംബങ്ങളിലും ഇന്ന് ഒരു പുതിയ നിയമമുണ്ട്: ആ വിഷയം സംസാരിക്കേണ്ട. പല വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിശബ്ദമായത്? ആരും ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തതുകൊണ്ടല്ല. ഒരു പോസ്റ്റ്, ഒരു അഭിപ്രായം, ഒരു തെറ്റിദ്ധാരണ. അതോടെ എല്ലാവരും പതിയെ പിൻവാങ്ങി. ആരും വഴക്കുണ്ടാക്കിയില്ല, ആരും ക്ഷമ ചോദിച്ചില്ല. എല്ലാവരും സംസാരിക്കുന്നത് നിർത്തി. ഇത് വെറും സോഷ്യൽ മീഡിയയുടെ പ്രശ്നമല്ല, ഇത് മനുഷ്യ മനസ്സിന്റെ മാറ്റമാണ്. കാരണം ഇന്ന് ആളുകൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, പരസ്പരം തെറ്റ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ അത് തിരുത്തുന്നതിലുപരി അവരെ പരസ്യമായി അപമാനിക്കുന്നതാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. കാരണം അതിന് കൂടുതൽ ലൈക്കുകൾ കിട്ടും, കൂടുതൽ ഷെയറുകൾ കിട്ടും, കൂടുതൽ ശ്രദ്ധ ലഭിക്കും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം: ഇങ്ങനെയൊരു ലോകത്തിൽ ആരാണ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ധൈര്യപ്പെടുക? അതുകൊണ്ട് ഇന്ന് ആളുകൾക്ക് 100 കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിട്ടും ഒരു യഥാർത്ഥ സുഹൃത്ത് പോലും ഇല്ലാത്തത്. അവർ ചിരിക്കുന്നു, പോസ്റ്റുകൾ ഇടുന്നു, ലൈക്കുകൾ കിട്ടുന്നു. പക്ഷേ രാത്രി അവരുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരാൾ പോലുമില്ല. ഇതാണ് യഥാർത്ഥ ഏകാന്തത. ഒറ്റയ്ക്ക് മുറിയിൽ ഇരിക്കുന്നതല്ല, 1000 ആളുകളുടെ നടുവിൽ ഇരുന്നിട്ടും ആരോടും സ്വയം പങ്കുവയ്ക്കാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ വലിയൊരു മാറ്റം നോക്കൂ. മുമ്പ് മനുഷ്യർക്ക് വീടിനും ജോലിസ്ഥലത്തിനും പുറത്തായി മറ്റൊരു ലോകമുണ്ടായിരുന്നു. അയൽക്കൂട്ടങ്ങൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, സാമൂഹിക സംഘടനകൾ, സഭകൾ, പ്രാദേശിക കൂട്ടായ്മകൾ. അവിടെ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ ദിവസവും കണ്ടുമുട്ടിയിരുന്നു. അവർ എല്ലായ്പ്പോഴും യോജിച്ചിരുന്നില്ല, പക്ഷേ അവർ ഒരുമിച്ച് ജീവിക്കാൻ പഠിച്ചിരുന്നു. ഇന്ന് ആ ഇടങ്ങൾ പതിയെ ഇല്ലാതാകുകയാണ്. അവയുടെ സ്ഥാനം മറ്റൊന്ന് കൈയടക്കുകയാണ്: അൽഗോരിതങ്ങൾ. ഇന്ന് നമ്മൾ മനുഷ്യരെ നേരിട്ട് കാണുന്നതിന് മുമ്പ് അവരെക്കുറിച്ച് വീഡിയോകളാണ് കാണുന്നത്. അവരുമായി സംസാരിക്കുന്നതിന് മുമ്പ് അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. യാഥാർത്ഥ്യത്തിന് മുമ്പ് ഒരു സ്ക്രീൻ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കുന്നു. അതാണ് ഏറ്റവും അപകടകരമായ മാറ്റം. കാരണം യഥാർത്ഥ മനുഷ്യനെ കാണുന്നതിന് മുമ്പേ നമ്മൾ അവനെ വിധിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ ശത്രു ആ മനുഷ്യനല്ല, അവനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നിർമ്മിക്കപ്പെട്ട ചിത്രമാണ്. പക്ഷേ ഈ ചിത്രം വരയ്ക്കുന്നത് ആരാണ്? അത് വെറും യാദൃച്ഛികമാണോ? അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയും വികാരങ്ങളും നിയന്ത്രിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സംവിധാനമാണോ? അടുത്ത ഭാഗത്തിൽ അൽഗോരിതങ്ങൾ എങ്ങനെ മനുഷ്യരെ പരസ്പരം ഭയപ്പെടാൻ പഠിപ്പിക്കുന്നു എന്നും എന്തുകൊണ്ടാണ് ഇന്ന് ഓരോ വിഭാഗവും മറ്റൊരു വിഭാഗത്തെ ശത്രുവായി കാണാൻ തുടങ്ങിയത് എന്നും ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിലും ഭയപ്പെടുത്തുന്ന ചോദ്യം: നമ്മൾ യഥാർത്ഥ മനുഷ്യരോടാണോ ജീവിക്കുന്നത്, അതോ അവരുടെ ഡിജിറ്റൽ പ്രതിച്ഛായകളോടാണോ?